മത്തായിയുടെ സുവിശേഷം 8-1 ആമേൻ ചില ഭാഗങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ആമേൻ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ആരാണ് മലയിൽ നിന്ന് ഇറങ്ങി വന്നത്? മത്തായിയുടെ സുവിശേഷം 5-1 വായിക്കുമ്പോൾ കർത്താവായ യേശു മലയിൽ കയറി. വളരെ പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മലയിൽ കയറി അവർക്ക് ഉപദേശങ്ങൾ നൽകുവാനിടയായി. ആമേൻ. 3 അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ശക്തമായ ദൈവികമായ ദൂതുകളെ കർത്താവ് കൈമാറുകയും ജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം എന്ന് വേണ്ട ആമേൻ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വിലപ്പെട്ടതായ സന്ദേശങ്ങൾ ദൈവം നൽകുവാനിടയായി. 8-1 നാം വായിക്കുന്നു, മലയിൽ നിന്ന് യേശു ഇറങ്ങി വന്നു. അതെ, ഇന്ന് കേൾവിക്കാരായ ദൈവമക്കളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്, ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്, കുടുംബ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മെ സന്ദർശിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാക്കേണ്ടതിന് കർത്താവ് ഇറങ്ങി വരികയാണ്. ആമേൻ. ഇന്ന് പലരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെ പോയാൽ ദൈവത്തെ കാണാൻ പറ്റും, എവിടെ പോയാൽ ആത്മരക്ഷ ലഭിക്കും, എവിടെ പോയാൽ രോഗത്തിന് മാറ്റമുണ്ടാകും, എവിടെ പോയാൽ എൻ്റെ കഷ്ടത കടഭാരം മാറുമെന്ന് പലരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-16 നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മെ അന്വേഷിച്ചു വരുന്ന ദൈവം, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ആമേൻ തൻ്റെ മഹത്വങ്ങളെ വിട്ടിട്ട് ഇറങ്ങി വന്ന ദൈവമാണ്. കർത്താവായ യേശു വാക്ക് പറഞ്ഞു, എവിടെ എൻ്റെ നാമത്തിൽ 2-3 പേർ കൂടിയിരിക്കുന്നു അവിടെ അവരുടെ മധ്യമുണ്ട്. പ്രസംഗിക്കുന്ന എനിക്ക് താങ്കളുടെ ഭവനങ്ങളിലേക്ക്, അല്ലെങ്കിൽ താങ്കൾ ഈ സന്ദേശം എവിടെ നിന്ന് കേൾക്കുന്നു അവിടേക്ക് വരുവാൻ കഴിയത്തില്ല ഈ സമയം. എന്നാൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിന് താങ്കളുടെ ഭവനത്തിൽ കടന്നു വന്ന് അത്ഭുതം ചെയ്യുവാൻ കഴിയും, താങ്കളെ വിടുവിക്കുവാൻ കഴിയും. 1 വാക്യം വീണ്ടും ഞാൻ ഇപ്രകാരം വായിക്കുന്നു, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, ആമേൻ. ഇറങ്ങി വരുന്ന ദൈവം, നമ്മെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, നമ്മുടെ കുടുംബത്തെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, തകർന്നു പോയതിനെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, സമാധാനമില്ലാത്തതിനെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, ശാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവരെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന ദൈവം, ആമേൻ. ആശ്വാസമില്ലാത്തവരെ കണ്ടെത്തേണ്ടതിന് ഇടങ്ങി വരുന്ന ദൈവം, അവഗണിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവരെ, ആമേൻ, ആർക്കും വേണ്ടാത്തവരെ അന്വേഷിച്ച് ഇറങ്ങി വരുന്നവനായ ദൈവം, ആമേൻ. ഇന്ന് വിലയേറിയവരെ, അല്ലെങ്കിൽ ആമേൻ സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും ഉള്ളവരെ എല്ലാം അന്വേഷിച്ച് ഒരു കൂട്ടം പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അന്വേഷിച്ച് വരുന്നത് ആമേൻ എളിമയുള്ളവരെ, താഴ്മയുള്ളവരെ, വെറുക്കപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെ. കർത്താവായ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. 2 വാക്യം, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത് അറപ്പായ ഒരു രോഗമാണ്. കുഷ്ഠരോഗം ശാപത്തിന്റെ ചിഹ്നമാണ്. കുഷ്ഠരോഗികളെ ആരും ഭവനത്തിൽ പാർപ്പിക്കത്തില്ല. കുഷ്ഠരോഗികൾ ആർക്കും സമൂഹത്തിൽ വരുവാൻ കഴിയത്തില്ല. അത് ബൈബിളിൽ തന്നെ പറയുന്ന പ്രമാണമാണ്. ലേവ്യ പുസ്തകം 13 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗമുള്ളവൻ എങ്ങനെ ഇരിക്കണം, അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം അവൻ വേറുപെട്ടവനായി ഇരിക്കണമെന്ന് നമുക്കവിടെ വായിച്ചു കാണാം. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. 1, കുഷ്ഠരോഗം വന്നാൽ അവൻ്റെ വസ്ത്രം കീറിയിരിക്കണം, നല്ല വസ്ത്രം അവൻ ഉടുക്കരുത്. അവന്റെ തല മൂടാതിരിക്കണം. 2, അവൻ്റെ തല മൂടരുത്. അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവൻ തൻ്റെ അതരം അല്ലെങ്കിൽ വായ് മൂടിക്കെട്ടിയിരിക്കണം, മാസ്ക് വച്ചിരിക്കണം, വാ മൂടിക്കെട്ടണം. 4, അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ രോഗമുള്ള ദിവസം അത്രയും അശുദ്ധനായിരിക്കും. അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ച് പാർക്കണം. അവൻ 5, അവൻ കുടുംബത്തിൽ പാർക്കുവാൻ കഴിയത്തില്ല. അവൻ ജനസമൂഹത്തിന്റെ നടുവിൽ പാർക്കുവാൻ കഴിയത്തില്ല. അവനെ ഒറ്റപ്പെടുത്തണം, അവൻ തനിച്ച് പാർക്കണം. അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. അവന്റെ പാർപ്പ് പട്ടണത്തിൽ, അവൻ ഗ്രാമത്തിന്, പാളയത്തിന് പുറത്തായിരിക്കണം. എത്ര ആമേൻ മനസ്സ് വേദനിപ്പിക്കുന്ന സംഭവം ഒന്ന് നോക്കിയേ.
കുഷ്ഠരോഗം വരാൻ കാരണം ശാപം മുഖാന്തരമാകാം. കുഷ്ഠരോഗം വരാൻ കാരണം പാപം നിമിത്തമാകാം. കുഷ്ഠരോഗം വരാൻ കാരണം നിമിത്തമാകാം. കുഷ്ഠരോഗം വരാൻ കാരണം ആമേൻ ഉന്നത പാപം നിമിത്തമാകാം. കുഷ്ഠരോഗം വരാൻ കാരണം ദൈവസഭയ്ക്ക് ദൈവജനത്തിന് വിരോധമായി ആമേൻ എഴുന്നേൽക്കുന്നത് കൊണ്ടാകാം. കുഷ്ഠരോഗം വരാൻ കാരണം ആമേൻ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം അവൻ ഉണ്ടാകുന്നത് കൊണ്ടാകാം. വേദപുസ്തകത്തിൽ പലവിധമായ കുഷ്ഠരോഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവനെക്കുറിച്ച് 5-6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്, അവൻ നല്ല വസ്ത്രം എടുക്കരുത്, വസ്ത്രം കീറിയിരിക്കണം. 2, അവൻ്റെ തല മൂടിക്കെട്ടരുത്. 3, അവൻ്റെ വായ് മൂടിക്കെട്ടണം. 4, അവൻ അശുദ്ധൻ എന്ന് തന്നെത്താൻ വിളിച്ചു പറയണം. അവൻ്റെ ജീവകാലമെല്ലാം അവൻ അശുദ്ധനായിരിക്കും. 5, അവൻ ഒറ്റപ്പെട്ട സ്ഥലത്ത് പാർക്കണം. 6, അവൻ പാളയത്തിൽ, ഗ്രാമത്തിൽ, കുടുംബത്തിൽ, ജനസമൂഹത്തിൻ്റെ നടുവിൽ വസിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ ഒരു ചിന്ത പറയാം. ആർക്കും വേണ്ടാത്തവർ, പാവപ്പെട്ടവർ, കൈവിടപ്പെട്ടവർ, മനുഷ്യനാൽ ആമേൻ അവഗണിക്കപ്പെട്ടവർ, വാർദ്ധക്യപ്രായമായവർ അവഗണിക്കപ്പെടുകയാണ്. ആമേൻ രോഗമുള്ളവർ അവഗണിക്കപ്പെടുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ. അപ്പൻ, അമ്മ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരാൽ ഒറ്റപ്പെടുത്തപ്പെട്ട് ആർക്കും വേണ്ടാത്തവനായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവനായി ഏതോ ഒരു മലയിൽ അകപ്പെട്ട് കിടക്കുന്ന അവനെ സന്ദർശിക്കുവാൻ യേശു ഇറങ്ങി വന്നു. ഈ പകൽക്കാലം ഒരു ദൂത് വിളിച്ച് പറയട്ടെ. ആർക്കും വേണ്ടാത്തത് യേശുവിന് വേണം. ആർക്കും വേണ്ടാത്ത ജീവിതം യേശുവിന് വേണം. ആമേൻ. ഒറ്റപ്പെടുത്തപ്പെട്ട ജീവിതം യേശുവിന് വേണം. മരിച്ചാൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിന് വേണം. ഹല്ലേലൂയ. തനിച്ച് കിടക്കുന്ന ആർക്കും വേണ്ടാത്തതിനെ അന്വേഷിച്ച് കർത്താവ് തേടി വരികയാണ്. യേശു വന്നാറേ ആ മനുഷ്യന് പ്രകാരം പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ വാക്യം, അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ആമേൻ. 2-ാമത്തെ വാക്യത്തിൽ തന്നെ അവൻ കർത്താവിനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇനി ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അതെ, ഹല്ലേലൂയ. ആരോട് പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം. അവൻ കുഷ്ഠരോഗിയാണ്, തനിച്ച് പാർക്കുന്നവനാണ്, ശപിക്കപ്പെട്ടവനാണ്, വസ്ത്രം കീറിയവനാണ്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടവനാണ്. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് കർത്താവായ യേശു, നസറേനായ യേശു, ദാവീദിന്റെ പുത്രനായ യേശു, എൻ്റെ വിടുതലിന് വേണ്ടി വന്ന ആമേൻ ഉന്നതനായ അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മനസ്സിലാക്കുക. ദൈവത്തെ ആമേൻ കണ്ടെത്തേണ്ട സമയത്ത് അവനെ അന്വേഷിക്കണം. ദൈവം നമ്മുടെ സമീപത്തായിരിക്കുമ്പോൾ അവനെ നോക്കി നിലവിളിക്കണം. അതെ, നമുക്ക് എപ്പോഴും സാധ്യതകൾ കിട്ടത്തില്ല, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടത്തില്ല. ലഭിക്കുന്ന അവസരത്തെ പാഴാക്കരുത്. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നത് താങ്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു അവസരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ആമേൻ. എത്ര പേർ ലോകമിട്ട് മാറ്റപ്പെട്ടപ്പോൾ, എത്ര പേർക്ക് ഈ സന്ദേശം കേൾക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, താങ്കൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുവാൻ കഴിയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവേ, എന്നോട് മനസ്സറിയണമേ, എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ അങ്ങയോട് പ്രാർത്ഥിച്ചാൽ യേശു ഇറങ്ങി വന്ന് അവനെ തൊട്ടു. യേശു തൊട്ട മാത്രത്തിൽ അവൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണമുണ്ടായി. ഒന്നാമതായി, യേശു ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം ആമേൻ പാപത്തിൽ കിടക്കുന്നവരെ ശുദ്ധീകരിക്കുവാൻ, അശുദ്ധിയിൽ കിടക്കുന്നവരെ ശുദ്ധീകരിക്കുവാൻ. യേശുവിനെ തൊട്ടാൽ യേശു അശുദ്ധനാകത്തില്ല, എന്നാൽ യേശുവിനെ തൊട്ടാൽ ആമേൻ അശുദ്ധൻ ശുദ്ധനായി മാറും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും അശുദ്ധമായവർ പലതിനെയും തൊട്ടാൽ അശുദ്ധരാകും. എന്നാൽ യേശു ദൈവമാണ്, യേശു സർവശക്തനാണ്. യേശുവിനെ തൊട്ടാൽ യേശുവിനല്ല അശുദ്ധി, യേശുവിനുള്ള ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല അശുദ്ധങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പാപക്കറകളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഒറ്റപ്പെടുത്തപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, അപ്പൻ അമ്മയാൽ കൈവിടപ്പെട്ടവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യയാൽ ഭർത്താവിനാൽ കൈവിടപ്പെട്ടവരെ ഈ പകൽക്കാലം കർത്താവ് സന്ദർശിക്കുകയാണ്. ചില കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒറ്റപ്പെടുത്തലുകളും കയ്പിൻ്റെ അനുഭവങ്ങളും ആത്മഹത്യയുടെ പ്രേരണകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടു മാറുവാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ഇറങ്ങി വന്നു. രണ്ടാമതായി, അവൻ 8-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ.
അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കർത്താവ്, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. അവൻ യേശു ഇറങ്ങി വന്നു. യേശുവിൻ്റെ അടുത്ത് പക്ഷപാതക്കാരന് വരാൻ കഴിയത്തില്ല. പക്ഷപാതക്കാരൻ വീട്ടിൽ കിടക്കുകയാണ്. അവൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നു. കഠിനമായ വേദന അനുഭവിക്കുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ്റെ അപ്പൻ വന്നില്ല, അവൻ്റെ അമ്മ വന്നില്ല, അവൻ്റെ കൂടപ്പിറപ്പ് വന്നില്ല, അവൻ്റെ സ്നേഹിതൻ വന്നില്ല. എന്നാൽ അവനെക്കുറിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ്റെ യജമാനൻ ശതാധിപൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ശതാധിപൻ വന്നു? അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജോലിക്കാരന് വേണ്ടി ഒരു അധികാരി, ഒരു യജമാനൻ കർത്താവിനെ അന്വേഷിച്ച് വരുമോ? വരത്തില്ല. എന്നാൽ ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്ക് വരാൻ എന്താണ് കാരണം? ഒന്നാമത്തെ കാരണം, ആ വേലക്കാരനെ കൊണ്ട് അവന് ഉപയോഗമുണ്ട്. ആ വേലക്കാരൻ വിശ്വസ്തനാണ്. ആ വേലക്കാരൻ അനുസരണമുള്ളവനാണ്. ആ വേലക്കാരൻ അവന് പ്രിയനാണ്. രണ്ട്, ഈ വേലക്കാരൻ അനുഭവിക്കുന്ന വേദന യജമാന് പോലും സഹിക്കുവാൻ കഴിയുന്നില്ല. യജമാനെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വലിയ വേദനയിൽ കൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യജമാന് പണമുണ്ട്, ആ യജമാന് അധികാരമുണ്ട്, ആ യജമാനന് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ ഈ വേലക്കാരൻ്റെ രോഗത്തെ മാറ്റുവാൻ, ആ വേലക്കാരൻ്റെ അതികഠിനമായ വേദനയെ മാറ്റുവാൻ ഈ യജമാനെ കൊണ്ട്, ശതാധിപനെ കൊണ്ട് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലുകളിൽ പോയാൽ പെയിൻ കില്ലർ കൊടുക്കും വേദന മാറുവാൻ. എന്നാലും വേദന മാറാത്തവരുണ്ട്. 3 വിധമായ കഠിന വേദനകളെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, പാപം മുഖാന്തരം ഉണ്ടാകുന്ന ആത്മാവിലെ വേദന. അത് മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയത്തില്ല. ആ പാപത്തിൻ്റെ ഭാരം മനുഷ്യൻ്റെ മേൽ വീണ് കിടക്കുകയാണ്. മനസാക്ഷി കുറ്റം വിധിച്ചു കൊണ്ടിരിക്കുന്നു. മനസാക്ഷി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അരുതാത്തത് ചെയ്തു. കാണുവാൻ അനുമതി ഇല്ലാത്തത് കണ്ടു. ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു. അതുകൊണ്ട് സംസാരിക്കുവാൻ പാടില്ലാത്തത് സംസാരിച്ചു. ആ പാപം കഠിനമാണ്. പല തെറ്റുകളും മനുഷ്യൻ കാണുവാൻ കഴിയാതെ മൂടി മറയ്ക്കാം. എന്നാൽ ഈ പാപം ചെയ്ത വ്യക്തിയുടെ അകത്ത് കിടക്കുന്ന ആ വേദന മനുഷ്യനെ കൊണ്ട് അറിയിക്കുവാൻ കഴിയത്തില്ല. അത്രയും വേദനയാണ് പാപം മുഖാന്തരം ഉണ്ടാകുന്ന വേദനകൾ. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് ദൈവവചനം പറയുന്നത്. പാപം മനുഷ്യനെ ബന്ധിക്കുമെന്നു. പാപം മനുഷ്യനെ ഉപദ്രവിക്കുന്നു. പാപം മനുഷ്യൻ്റെ അനുഗ്രഹത്തെ തടയുന്നു. പാപം അതികഠിനമായതാണ്. ഈ ലോകത്തിൽ വച്ച് ഏറ്റവും കഠിനമായ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ പാപമാണ്. പാപം ക്ഷമിക്കപ്പെടണം, ലംഘനം കഴുകപ്പെടണം. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം മുഖാന്തരം ഉണ്ടാകുന്ന വേദന അതികഠിനമായത്. രണ്ടാമതായത്, ശരീരത്തിൽ ഉണ്ടാകുന്നതായ വേദന. അത് മുറിവുകൾ കൊണ്ടാകാം, രോഗം കൊണ്ടുണ്ടാകാം. പലവിധമായ രോഗങ്ങൾ. ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്നതായ ക്ഷയങ്ങൾ. തലയിലുണ്ടാകുന്ന വേദനകൾ, അസ്ഥി ഒടിയുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന വേദനകൾ. ഈ അതികഠിനമായ വേദനയെ മറ്റൊരാൾക്ക് മാറ്റുവാൻ കഴിയത്തില്ല. ആ വേദനയെ സഹിക്കുവാൻ കഴിയാതെ പലരും പിച്ചും പേയും എല്ലാം വിളിച്ച് പറയുന്നവരുണ്ട്. പലരും പലവിധമായ നിലകളിൽ പോകുന്നവരുണ്ട്. എന്നാൽ യേശു അവിടെ കടന്നു വന്നപ്പോൾ ആ ശതാധിപൻ പ്രാർത്ഥനാ വിഷയമായി വരികയാണ്. മൂന്നാമത്തെ വേദന ഹൃദയത്തിലെ വേദന, മനസ്സിലെ വേദന. ശരീരത്തിൽ വേദനയില്ല, എന്നാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടുത്തലുകൾ, ഹൃദയത്തിലെ വേദന പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, താങ്കളുടെ ആത്മാവിലെ പാപം മുഖാന്തരമുണ്ടായ വേദനയാകട്ടെ, ശരീരത്തിൽ രോഗമുഖാന്തരമുണ്ടായ വേദനയാകട്ടെ, ഹൃദയത്തിലെ മുറിവുകൾ മുഖാന്തരമുണ്ടായ വേദനയാകട്ടെ, യേശു വചനം പറയുമ്പോൾ ആ വാക്കൽ സൗഖ്യമാകു. ശതാധിപൻ പറയുന്നു, ഞാൻ ഒരുവനോട് പോയെന്ന് പറഞ്ഞാൽ അവൻ പോകും, ഒരുവനോട് വാ എന്ന് പറഞ്ഞാൽ അവൻ വരും. എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്. എന്നാൽ യേശുവേ, അങ്ങ് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ബാല്യക്കാരന്
യജമാനന്, എൻ്റെ വേലക്കാരന് ആമേൻ ദീനം മാറി ആശ്വാസം ലഭിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാല കർത്താവ് താങ്കളുടെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. താങ്കളുടെ വിഷയം എത്ര വലുതാണോ, പ്രാർത്ഥനയുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വന്നിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദരനെ, സഹോദരിയെ, താങ്കളുടെ വേദനകളെ, നിലവിളികളെ കേൾക്കുന്ന ദൈവത്തിന് മുൻപാകെ വിഷയം പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് പരിഹാരമുണ്ട്. പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളില്ല യേശുവിനാൽ സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിഷയങ്ങളില്ല. യേശുവിനാൽ ആമേൻ വിടുവിക്കുവാൻ കഴിയാത്ത വിഷയമില്ല. യേശു ആമേൻ ഹല്ലേലൂയ വാക്ക് പറഞ്ഞ ഉടനെ ആ മനുഷ്യന്റെ രോഗം അതേ ക്ഷണത്തിൽ, അതേ നിമിഷത്തിൽ ആമേൻ വിട്ടുപോയി. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ വേഗത ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശു സംസാരിക്കുന്ന, സദാധിപൻ നിന്ന് സംസാരിക്കുന്ന സ്ഥലവും ആ ഭവനവും തമ്മിൽ കിലോമീറ്ററുകൾ അകലെയുണ്ട്. എന്നാൽ വചനം ഇവിടെ പറഞ്ഞ സെക്കൻഡ് തന്നെ അവൻ്റെ രോഗം മാറി, അവൻ്റെ വേദന മാറി. ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ആ ഐസിയുവിൻ്റെ അകത്ത് യേശുവിൻ്റെ വാക്കിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഈ വചനത്തെ ഒന്ന് വിശ്വസിക്കണം. എന്താണ് വചനത്തിൻ്റെ പ്രത്യേകത? ദൈവം ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിച്ചപ്പോൾ, കർത്താവായ യേശു ജഡത്തിൽ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ, കർത്താവായ യേശുവിനെ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമായിരുന്നു അത്രയും ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് ചെയ്യുവാൻ കഴിയും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിന് സകലത്തിനെയും ഉളവാക്കുവാനുള്ള ശക്തിയുണ്ട്. ദൈവ വചനത്തിൽ കൂടെയാണ് ആകാശവും ഭൂമിയും അഖിലാണ്ടവും കാണുന്നതും കാണപ്പെടാത്തതുമല്ല സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വചനം സൃഷ്ടിക്കും, വചനം ഉളവാക്കും, വചനം സൗഖ്യം കൊണ്ടുവരും, വചനം ബന്ധിതരെ വിടുവിക്കും. കർത്താവ് അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇറങ്ങി വന്ന യേശു കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ചു. അവൻ ഇറങ്ങി വന്ന യേശു ദീനമായി കിടക്കുന്നവനെ അവൻ വിടുവിച്ചു, അവന് ആശ്വാസം നൽകി. ഈ ലോകത്തിൽ ഒരു ദൈവത്തിനും പറയുവാൻ കഴിയാത്തതാണ് യേശു പറഞ്ഞത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും ഒരു അധികാരിക്കും പറയുവാൻ കഴിയാത്തത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളേവരും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിൻ്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക. അതേ ഭാരത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ഭാരം എത്ര വലുതായാലും അത് കർത്താവിൻ്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നമ്മെ പുലർത്തും. മൂന്നാമതായി യേശു ഇറങ്ങി വന്നപ്പോൾ നടന്ന സംഭവം 8-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് യേശു വരികയാണ്. 1, മലയിൽ ഒരുവനെ സന്ദർശിച്ചു. 2, റോട്ടിൽ ഒരുവനെ സന്ദർശിച്ചു. 3, വീട്ടിൽ ഒരുത്തിയെ കാണാൻ യേശു വന്നു. യേശു ഇറങ്ങി വരികയാണ്. ആമേൻ. താങ്കൾ മലയിലാണോ? അവിടെയും യേശു വരും. താങ്കൾ റോട്ടിലാണോ? അവിടെയും യേശു വരും. വീട്ടിലാണോ? അവിടെയും യേശു വരും. ആമേൻ. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. കാട്ടിൽ കിടക്കുന്നവനെ സന്ദർശിക്കുവാൻ കാട്ടിൽ വന്നു. റോട്ടിലുള്ളവനെ സന്ദർശിക്കുവാൻ റോട്ടിൽ വന്നു. വീട്ടിൽ ഇറങ്ങുവാൻ കഴിയാതെ കട്ടിലിൽ പനി ബാധിച്ച് കിടക്കുന്ന ആ പത്രോസിൻ്റെ അമ്മായിയമ്മയെ കാണുവാൻ വീട്ടിൽ വന്നു. എവിടെയും വരുവാൻ യേശുവിന് കഴിയും. അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് വരുവാൻ യേശുവിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. എത്ര കഠിനമായ അനുഭവത്തിൽ മനുഷ്യൻ ആരും കടക്കരുത് എന്ന് അടച്ചു വച്ചിരുന്നാലും അവിടേക്ക് യേശുവിന് വരുവാൻ കഴിയും. അവൻ നിലവിളിക്കുന്നവൻ്റെ കണ്ണുനീര് യേശു കാണുന്നു. പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അമ്മായിയമ്മയെ യേശു ഇറങ്ങി വന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ വന്നു. അവളെ തൊട്ടു. യേശുവേ എന്നെ തൊടണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ആമേൻ. ആളുകൾ എഴുന്നേൽക്കുവാൻ കഴിയാത്തവരാണോ? കിടപ്പ് രോഗിയാണോ? ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ, ശരീരം ചലിക്കുവാൻ കഴിയാതെ, എഴുന്നേറ്റ് ഒരു ജോലിയും ചെയ്യുവാൻ കഴിയാതെ, ജീവിതമാർഗമെല്ലാം വഴിമുട്ടി കിടക്കുന്ന ജീവിതമാണോ? ആമേൻ. ജോലി ചെയ്യണമെന്നുണ്ട്, അധ്വാനിക്കണമെന്നുണ്ട്, കുടുംബം പോറ്റി പുലർത്തണമെന്നുണ്ട്, മക്കളുടെ കാര്യം നോക്കണമെന്നുണ്ട്, കുടുംബത്തിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളെ നോക്കണമെന്ന് ഉണ്ട്, ചിന്തമുണ്ട്. പരസഹായം കൂടാതെ
കഴിയാതെ തന്നെത്താൻ എല്ലാം ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ട്. എന്നാൽ ഏതോ ഒരു രോഗത്താൽ അടിമപ്പെട്ട് കട്ടിലിൽ കിടക്കുകയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാരാൽ ചെയ്യുവാൻ കഴിയാത്തത്, ചില രോഗത്തിനെല്ലാം ഡോക്ടർമാർ സമയം കുറിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിനകം 24 മണിക്കൂറിനകം 8 മണിക്കൂറിനകം ഇല്ല 3 ദിവസത്തിനകം 3 മാസമേ ഇരിക്കത്തുള്ളൂ എന്നെല്ലാം വിധി എഴുതിയത്. ആമേൻ. ഈ പകൽക്കാലം പറയട്ടെ, മനുഷ്യൻ വിധി എഴുതിയത്, മനുഷ്യൻ കൽപ്പിച്ചതിനെ മാറ്റി മറയ്ക്കുവാൻ കഴിയുന്നവൻ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശു വന്നിട്ട് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ കരത്തിലേക്ക് ഒന്ന് തൊട്ട മാത്രത്തിൽ ആ രോഗം, പനി ആമേൻ, ഹല്ലേലൂയ, എല്ലാ ശരീരത്തിലെ ഭാരങ്ങളും എഴുന്നേൽപ്പിക്കുവാൻ കഴിയാതെ കിടപ്പിലാക്കിയ എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ആമേൻ മാതാവിന് വിടുതൽ കിട്ടി. മാതാവ് എഴുന്നേൽറ്റ് യേശുവിനെ ശുശ്രൂഷിക്കുവാനിടയായി. ഇവിടെ ഒരു മർമ്മം അല്ലെങ്കിൽ ഒരു രഹസ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്തിന് രോഗസൗഖ്യം, എന്തിന് വിടുതൽ, എന്തിന് അത്ഭുതം? വീണ്ടും പാപം ചെയ്യുവാനാണോ? വീണ്ടും തെറ്റിലേക്ക് പോകുവാനാണോ? വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുവാനാണോ? അല്ല പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ സൗഖ്യമാക്കുന്നത്, യേശു നമ്മെ വിടുവിക്കുന്നത്, യേശു നമുക്ക് ജീവിതം തിരിച്ചു തരുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ആമേൻ. എന്താണ് കർത്താവിനെ ശുശ്രൂഷിക്കുക? 1, യേശുവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. 2, ആത്മാക്കളെ നേടിയെടുക്കുക. ഇതാണ് ശുശ്രൂഷ. ആമേൻ. 1, കർത്താവിനെ ശുശ്രൂഷിക്കുക. 2, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ. കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ഒരു മറിയെ പോലെ തന്നെ വിട്ടെടുക്കപ്പെടാത്ത നല്ലൊരു അംശം തിരഞ്ഞെടുക്കുക. യേശുവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവിനെ ആരാധിക്കുക. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേൾക്കുക. അവൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മെ സമർപ്പിക്കുക. പത്രോസിൻ്റെ അമ്മായിയമ്മ അത് ചെയ്യുവാനിടയായി. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ അമ്മായിയമ്മയ്ക്ക് ലഭിച്ച സൗഖ്യം പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. പത്രോസ് ശക്തനായ ഒരു അപ്പോസ്തലനായി എഴുന്നേൽക്കുവാൻ ആ മാതാവ് തുണ ചെയ്തിട്ടുണ്ടാകാം, ആ മാതാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എനിക്ക് വിടുതൽ നൽകിയ യേശുവിനെ ഈ മകൻ അനുഗമിക്കട്ടെ. അതെ പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ തരുമ്പോൾ, അമ്മച്ചി, മാതാവേ, ആമേൻ, താങ്കളുടെ കൊച്ചുമക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമോ? താങ്കളുടെ മക്കളെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമോ? യേശു ഇറങ്ങി വന്നത് താങ്കളെ തൊട്ടിട്ട് സൗഖ്യം തന്നിട്ട് പോകുവാൻ വേണ്ടി മാത്രമല്ല, താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ചിലരെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പണിയിൽ അവരെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കണം. ഹല്ലേലൂയ. 1, യേശു ഇറങ്ങി വന്നു. യേശു ഇറങ്ങി വന്നപ്പോൾ ആമേൻ, ഹല്ലേലൂയ, കുഷ്ഠരോഗിക്ക് ശുദ്ധമുണ്ടായി. യേശു ഇറങ്ങി വന്നപ്പോൾ ബാല്യക്കാരൻ്റെ വേദന, കഠിനമായ വേദന മാറി. 3, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ രോഗം മാറി. അപ്പോൾ യേശു ഇറങ്ങി വന്നാൽ ആമേൻ ശുദ്ധീകരണമുണ്ടാകും. യേശു നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ നമ്മുടെ വേദനകൾക്ക് പരിഹാരമുണ്ടാകും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ രോഗം മാറും. 4-മതായി അതിൻ്റെ 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യേശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ആമേൻ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഇറങ്ങി വന്നാൽ ഭൂതത്താൽ ബാധിക്കപ്പെട്ടവർ, ദുർമന്ത്രവാദങ്ങളാൽ ബാധിക്കപ്പെട്ടവർ, ആഭിചാരങ്ങളാൽ ബാധിക്കപ്പെട്ടവർ, ബന്ധിക്കപ്പെട്ടവർ, ശാപത്തിൽ കിടക്കുന്നവർ, പലവിധമായ കഷ്ടതയിൽ കിടക്കുന്നവർക്ക് വിടുതലാണ്. നസ്രായനായ യേശുവെ, അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 10:38, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുന്നവനായും പിശാച് ബാധിച്ചവർ, പിശാചിൻ്റെ ബന്ധനത്തിലായവരെ വിടുവിക്കുന്നവനായി, സൗഖ്യമാക്കുന്നവനായി ചുറ്റി നടന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ആമേൻ 4-മത് യേശു ഇറങ്ങി വരുമ്പോൾ ബാധകൾ ഒഴിയും. ആമേൻ. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാധ, ഭാര്യ ഭർത്താവ് യോജിക്കുവാൻ കഴിയാതെ ബന്ധിച്ചു കെട്ടിയ ബാധകൾ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി ബന്ധിച്ച ബാധകൾ, ആമേൻ, ഭവന
ഭവനം പണിയുവാൻ കഴിയാതെ വണ്ണം, ശുശ്രൂഷയിൽ വേണ്ടവണ്ണം ശോഭിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ പലരിൽ നിന്ന് വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ പകൽക്കാലം എത്ര പേർക്ക് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? യേശു എന്നെ അന്വേഷിച്ച് ഇറങ്ങി വന്നിരിക്കുന്നു. യേശു ഇറങ്ങി വന്നത് ആമേൻ നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടിയാണ്. യേശു ഇറങ്ങി വന്നത് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും വിടുവിക്കുവാൻ വേണ്ടിയാണ്. യേശു ഇറങ്ങി വന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്, ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവായ യേശുവിൽ കൂടെ ലഭിക്കുന്ന വിടുതൽ, സൗഖ്യം, സന്തോഷം, ആശ്വാസം ഈ പകൽക്കാലം ഓരോ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി, അപ്പാ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമേ എന്ന് സമർപ്പണത്തോടു കൂടെ പ്രാർത്ഥിക്കാമോ? ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ആമേൻ ഈ പ്രോഗ്രാം മുഖാന്തരം അനേകർ സൗഖ്യമാകുവാൻ, വിടുവിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകൽക്കാലം താങ്കളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. ഒരുമിച്ച് വിശ്വാസത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബ ജീവിതങ്ങളുടെ മേലും, എല്ലാ യൗവനക്കാരുടെ മേലും, തകർക്കപ്പെട്ടവരുടെ മേൽ, ഒറ്റപ്പെടുത്തപ്പെട്ടവരുടെ മേൽ, രോഗത്താൽ ബാധിക്കപ്പെട്ടവരുടെ മേൽ, മാനസിക സംഘർഷത്തിൽ പോകുന്നവരുടെ മേൽ, ആശ്വാസമില്ലാത്തവരുടെ മേൽ, പൈശാചിക ബാധകളാൽ ബന്ധിക്കപ്പെട്ടവരുടെ മേൽ കർത്താവായ യേശു ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരണം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒറ്റപ്പെടുത്തലുകൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കഠിനമായ വേദനകൾ, ആമേൻ, ഹല്ലേലൂയ, പാപഭാരങ്ങൾ, ഹൃദയത്തിലെ മുറിവുകൾ, ശരീരത്തിലെ വേദനകൾ വിട്ടുമാറുവാൻ ആമേൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തീരാത്ത രോഗങ്ങൾ മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല ബന്ധനങ്ങളും പാരമ്പര്യങ്ങളും അശുദ്ധ ആമേൻ ആത്മാക്കളുടെ പൂരികളും പോരാട്ടങ്ങളും വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കും. തുടർമാനമായി ഈ പ്രോഗ്രാം മുഖാന്തരം അനേക കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം, അനേക സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി. അവൻ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമുള്ളവരായി മാറ്റും. യേശുവിൻ്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ആവശ്യങ്ങൾ, സാക്ഷ്യങ്ങൾ ആമേൻ ഉണ്ടെങ്കിൽ ദയവായി വിളിച്ചു പറയാം. കർത്താവ് താങ്കളെ കുടുംബമായി എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗാഡ് ബ്ലെസ് യു.